കാട്ടാള കണ്ടു. ജസ്റ്റ് ഒരു ആവറേജ് പടം. അല്ലെങ്കിൽ അതിലും താഴെ നിൽക്കുന്നൊരു പടം എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നുമില്ല പ്രത്യേകിച്ച് പടത്തില്. ഒരു ഹൈ മൊമെന്റോ, ഒരു ഇമ്പാക്റ്റോ ഒന്നുമില്ലാത്ത ഭയങ്കര പ്ലെയിൻ ആയിട്ടാണ് ഈ ഒരു പടം പോവുക. ഭയങ്കര മാസ്സായിട്ടുള്ള എന്തൊക്കെയോ ഇവര് കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് അവിടെ ഒന്നും ഫീൽ ആയില്ല. ത്രൂ ഔട്ട് ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും പടത്തിൽ പ്രത്യേകിച്ച് കുറേ എന്തൊക്കെയോ കാണിച്ചു. പക്ഷേ ഒന്നും ഇല്ലാത്ത പോലെ ഒരു പുഷ്പയുടെ ഒക്കെ ഒരു -140p അങ്ങനത്തെ ഒരു സെറ്റപ്പിലുള്ള കഥയാണ് ഈ ഒരു പടത്തിന്. കാരണം മറ്റേത് ചന്ദ്രകടത്താണെങ്കിൽ ഇതിൽ ആനക്കൊമ്പ് കടത്തൽ സെയിം സംഭവം തന്നെ. അവസാനമൊക്കെ വരുമ്പോൾ എൻ ക്രെഡിറ്റ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഓൾറെഡി ഇവിടെ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഇടയിൽ കൂടെയാണ് അതൊന്നും പറയേണ്ട ആവശ്യമില്ല. പിന്നെ തുഷാര വിജയം വന്ന് പോകുന്നുണ്ട്. അങ്ങനെ ആരൊക്കെയോ വന്ന് എന്തൊക്കെയോ കാണിക്കുന്നു. അവസാനം ഒരു ചെറിയ കുട്ടി അംഗനവാടിയൊക്കെ വിട്ട പോലെ ചെറിയ പിള്ളേരൊക്കെ വന്ന് ബൈക്കിലൊക്കെ റാലി നടത്തി എന്തൊക്കെയോ അങ്ങനെ എനിക്കൊരു ഒരു 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 ഐഡിയയും കിട്ടിയില്ല. എന്തൊക്കെ പടത്തിൽ നടക്കണമെന്ന് പറഞ്ഞിട്ട് വെറുതെ കുറേ ചവറ് പോലെ കുറേ ആക്ഷൻ. സുനിലൊക്കെ വെറും വേസ്റ്റ്. ആ ഒരു വലിയ വില്ലനൊക്കെ ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. പക്ഷേ ആ പാട്ടൊക്കെ വന്നപ്പോൾ ചിരിച്ച് മറിച്ച് കോമഡി ആക്കി വിട്ടു ആ ഒരു ക്യാരക്ടറിനെയൊക്കെ. മൂപ്പരുടെ ഒരു പഴയകാലം കാണിച്ച ഒരു ക്യാരക്ടറുണ്ട് ഇതിൽ. അത് മൂപ്പരാക്കി വില്ലനാക്കിയിട്ട് വേറൊരു പടം തന്നെ ഇവർക്കെടുക്കായിരുന്നു. അടിപൊളി ക്യാരക്ടർ അല്ലെങ്കിൽ അടിപൊളി ആക്ടർ. വലിയൊരു മാസ് ആക്ഷൻ പടമൊക്കെ ആയിട്ടാണ് ഇവർ ഉദ്ദേശിച്ചത്. പക്ഷേ ഒന്നുമില്ല. ഭയങ്കര പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ പടം. ഒരു ഇമ്പാക്റ്റോ, ഒരു ഹൈ മൊമെന്റോ, ഒരു സീനും നമുക്ക് തോന്നില്ല. ഒരു സീനിൽ പോലും നമുക്ക് കയ്യടിക്കാൻ തോന്നില്ല. അങ്ങനെയാണ് ഈ സിനിമ പടച്ചു വെച്ചിട്ടുള്ളത്. കാരണം ഒരു ഇമോഷൻ ഇല്ല. നമുക്കൊരു നീഡ് തോന്നുന്നുണ്ട്. ആക്ഷൻ നടക്കണമെങ്കിൽ ആക്ഷനോട് നമുക്ക് എന്തെങ്കിലും ഒരു തോന്നണ്ടേ. അത് നടത്തുന്ന ആൾക്കാർക്കും അടി കൊള്ളുന്ന ആൾക്കും കൊടുക്കുന്ന ആൾക്കും എന്തെങ്കിലും തോന്നിയാൽ മാത്രമാണ് നമുക്കൊരു ഫീൽ വരുള്ളൂ. പടത്തിൽ ത്രൂ ഔട്ട് അങ്ങനെ ഒരു പരിപാടിയില്ല. സോ അതുകൊണ്ട് ഭയങ്കര വീക്കായിട്ടുള്ള സ്ക്രീൻ പ്ലേ, ഭയങ്കര വീക്കായിട്ടുള്ള സ്ക്രിപ്റ്റിംഗ് ആണ് ഒരു പടത്തിനുള്ളത്. ആൻഡ് ടെക്നിക്കലി രവി ബർസൂറിൻ്റെ ബീജിയമാണ് ഈ പടത്തിൽ. കൊടുത്ത പൈസയ്ക്ക് ഒരു 100 കൊടുത്തിട്ടുണ്ടെങ്കിൽ 500-നുള്ള പണി മൂപ്പര് എടുത്തിട്ടുണ്ട്. പക്ഷേ ചെവിയുടെ അടപ്പൂരി സത്യം പറഞ്ഞാൽ വെറുതെ നിൽക്കുമ്പോഴും നടക്കുമ്പോഴും വെറുതെ ഒരാൾ നടക്കുമ്പോൾ ബീജിയം ഇട്ട് അങ്ങനെ ഉണ്ടാവും. ആ സിനിമ തുടക്കം മുതൽ അവസാനം വരെ ബീജിയമാണ്. എന്തിനാണ് ബീജിയം എന്നുള്ളത് മൂപ്പർക്കും അറിയില്ല. അതായത് സാധാരണ നമ്മൾ ബീജിയം കൊടുക്കുക ഇന്ന സീൻ എന്ന് പറഞ്ഞിട്ട് ഇത് അങ്ങനെയല്ല. എനിക്ക് തോന്നുന്നത് സ്ക്രിപ്റ്റ് മുഴുവൻ കൊടുത്തിട്ട് ഈ ഒരു പടം 2 മണിക്കൂറുണ്ട്. 2 മണിക്കൂർ എനിക്ക് ബീജിയം ആണ്. ഇതിനൊക്കെ OST വരുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. 2 മണിക്കൂറായിരിക്കും. കാരണം പടം ഫുൾ ബീജിയമാണ്. ഇതിനെവിടെ ഒരു കട്ടില്ല. അതായത് ഒരു ബ്രീത്തിങ് സ്പേസ് പോലും കൊടുക്കാതെ ബീജിയം വിട്ട് അത് അരോചകമായി മാറുന്നൊരു സെറ്റപ്പ് ഉണ്ടല്ലോ. അതാണ് ഈ പടത്തിൽ എനിക്ക് തോന്നിയത്. അനാവശ്യ ബീജിയം, പിന്നെ അനാവശ്യമായിട്ടുള്ള കുറേ ആക്ഷൻ സീക്വൻസുകൾ. ആക്ഷൻ വരാൻ ഒരു 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 മോട്ടീവ് വേണ്ട. നമുക്ക് തോന്നണ്ടേ എന്തെങ്കിലും കണ്ടിട്ട്. അങ്ങനെ ഒന്നും തോന്നാത്ത ഒരു ജസ്റ്റ് ഒരു ആവറേജ് അല്ലെങ്കിൽ അതിൽ താഴെ നിൽക്കുന്നൊരു പടം. ആൻഡ് ഇപ്പോഴത്തെ ട്രെൻഡ് പിടിച്ച അവസാനം കുറേ എൻഡ് ക്രെഡിറ്റ് സീനുകളും പോസ്റ്റ് ക്രെഡിറ്റ് സീനൊക്കെ ഉണ്ട്. പക്ഷേ അതും ഈ പടം എങ്ങനെ പിന്നെ ഈ ബാക്കിയുള്ളത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പിന്നെ ഓൾറെഡി ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് കൂടെ കംപ്ലീറ്റ് ആയിട്ടില്ല. അതിൻ്റെ അറ്റാക്കോടെയാണ് എന്നുള്ളൊരു തോന്നലൊക്കെയാണ് എനിക്ക് അത് കണ്ടപ്പോൾ തോന്നിയത്. സോ മൊത്തത്തിൽ ഞാൻ ഡിസാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ പ്രതീക്ഷിച്ച അല്ലെങ്കിൽ ഒരു പ്രൊമോ ചെയ്ത ഒരു ആക്ഷൻ പടം എന്നുള്ള രീതിയിൽ ആക്ഷനൊക്കെ ഉണ്ട് പടത്തിൽ. പക്ഷേ ഒരു ഹൈയും തരാത്ത ഭയങ്കര പ്ലെയിൻ ആയിട്ടുള്ള ഭയങ്കര ജനറിക് ആയിട്ടുള്ള ഒരു ഹൈ മൊമെൻറ്റും തരാത്ത ജസ്റ്റ് ഒരു യൂഷ്വൽ ക്ലീഷേ മൂവി ആയിട്ട് തോന്നി. കണ്ടവരുണ്ടെങ്കിൽ സിനിമയായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക.